നമസ്കാരം, എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളുടെ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ആൻഡ്രോയിഡ് ഫോണുകളിൽ മെമ്മറി എപ്പോഴെങ്കിലും ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മുടെ ഫോണിൽ MIUI ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഹൈബ്രിഡ് സ്ലോട്ടിലായിരിക്കും വരുന്നുണ്ടാവുക. അതായത് നിങ്ങൾ 2 സിം ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 32 അല്ലെങ്കിൽ 16 GB ഒക്കെ ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ആൾക്കാർക്ക് ഈ മെമ്മറി ഒരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള മെമ്മറി ഇഷ്യൂസ് വരുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ നമുക്ക് മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യാനും നിങ്ങളെ സ്റ്റോറേജ് കുറയ്ക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു പുതിയ ഫീച്ചർ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ ആപ്പ് തുറന്ന ശേഷം ആപ്പിനുള്ളിലുള്ള എല്ലാ ആപ്പുകളും, നിങ്ങൾ ഫോണിനകത്ത് കിടക്കുന്ന എല്ലാ ആപ്പുകളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിങ്സ് എടുത്ത ശേഷം അതിനകത്ത് മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് എന്ന് പറയുന്ന പുതിയൊരു ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ആപ്പുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ആപ്പുകളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനൊക്കെ ചില സമയത്ത് പറ്റാറില്ല. അപ്പോൾ അങ്ങനത്തെ ആപ്പുകളടക്കം ഇതിനകത്ത് ലിസ്റ്റായി വരും. ആ ലിസ്റ്റ് ആയ ആപ്പുകളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മൾട്ടിപ്പിൾ ആപ്പുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെ ഫോണിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ചില സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പല പരസ്യങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളായിരിക്കും അധികം ഇതിനകത്ത് ഉണ്ടാവുക. അങ്ങനത്തെ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എന്നുള്ളതൊരു പ്ലസ് ആണ്. ഒപ്പം തന്നെ ഈ ആപ്പുകളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് റെക്കമെൻഡഡ് എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് നിങ്ങളെ ഫോണിനകത്ത് നിങ്ങൾ അധികം ഉപയോഗിക്കാത്ത ആപ്പുകളായിരിക്കും ഏറ്റവും ആദ്യം കിടക്കുന്നത്. അതിനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഒപ്പം തന്നെ സൈസ് ഉപയോഗിച്ച് എത്ര സൈസാണ്, വലിയ സൈസിലുള്ള ആപ്പുകൾ ആദ്യം കാണിക്കും നിങ്ങളത് സോർട്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് അപ്പോൾ വലിയ സൈസുള്ള ആപ്പുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. ഒപ്പം തന്നെ ഡാറ്റ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റ, ഇൻ്റർനെറ്റ് ഡാറ്റ എത്ര കൺസ്യൂം ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിലും നിങ്ങൾക്ക് ഈ ആപ്പുകളെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സാധാ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ്. അപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ യൂട്യൂബ് പോലെ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ട, അതിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ആപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. സോ ഈ ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ്, ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസും ടിപ്സൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.